ഈ കൊച്ചു കേരളം നമ്മൾ ജനസാന്ദ്രതയിൽ കുറച്ച് കൂടുതലാണ് എന്നൊക്കെ പറയുമെങ്കിലും ഈ സാക്ഷരതയിൽ മുമ്പിലാണ്, ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ നമ്പർ 1 എന്നുള്ള അവകാശപ്പെടുന്നവരാണ്. എന്താണ് നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ആദ്യ ചോദ്യം. നമുക്ക് ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്നവരെ ഒരിക്കലും അതിന് വിളിച്ചുണർത്താൻ സാധിക്കില്ല. കാരണം അവരെ മനഃപൂർവ്വം ഉറക്കം നടിക്കുകയാണ്. അപ്പൊ ഈ ആരോഗ്യ കേരളം, ആരോഗ്യ രംഗത്ത് കേരളം 1-ാം നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യവാചകങ്ങളും അത് ക്യാപ്സ്യൂൾ രൂപത്തിൽ നമ്മളെ കൊണ്ടൊക്കെ കഴിപ്പിക്കാൻ ശ്രമിക്കുകയല്ലാതെ അതിനപ്പുറമുള്ളത് ഒന്നും ഇവിടെ നടക്കുന്നില്ല. നമുക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കുറിച്ചിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഉമ്മൻചാണ്ടി സർക്കാർ എത്രത്തോളം സജീവമായി ഇടപെട്ടു എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ 8.5 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അവയവ മാഫിയയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആരോഗ്യരംഗത്തെ ഇന്ന് നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത, മരുന്ന് കഴിക്കുന്നത് പോലെയാണ് ഇന്ന് അവയവമാറ്റ ശസ്ത്രക്രിയകൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അത് ഒഴിവാക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ ഇതിൽ സർക്കാരിന്റെ ഇടപെടൽ കൊണ്ട് ജനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഉപകാരം എന്ത് എന്നതിനെ കുറിച്ചിട്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കഴിഞ്ഞ 8 വർഷമായിട്ട് അവർ ഒന്നും ചിന്തിച്ചിട്ടില്ല, ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. അതിന്റെ അനന്തരഫലമായിട്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള മാഫിയകള് ഈ അടക്കി വാഴുന്നത്. ഈ എറണാകുളം ലേക്ക് ഷോർ ആസ്പത്രിയുടെ പരിസരത്ത് ഒരു ബോർഡ് വെക്കരുത് എന്ന് ബോർഡ് വെച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യാവയവം വിൽപ്പനയ്ക്ക് എന്നുള്ളൊരു ബോർഡ് വെച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാലങ്ങളായിട്ട് അത് മറ്റേതൊരു ആശുപത്രിയെ അപേക്ഷിച്ചിട്ടും ഈ ലേക്ക് ഷോർ ആശുപത്രി കേന്ദ്രീകരിച്ചിട്ട് എന്തുകൊണ്ട് ഇത്ര അധികം അവയവ കച്ചവടം നടക്കുന്നു എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ പറയില്ലേ, സ്പെഷ്യൽ ബ്രാഞ്ചോ ഇന്റലിജൻസോ ഒന്നും വേണ്ട, സാധാരണ 2 പോലീസുകാരെ വിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നൊരു സംഗതിയാണ്. ഈ ലേക്ക് ഷോർ ആശുപത്രിയുടെ കാര്യത്തിൽ ഇപ്പോ ഡോക്ടർ ഗണപതിയോട് ചോദിച്ചിട്ടുള്ള സംഗതി തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ആ മനുഷ്യന്റെ ഒറ്റയാൾ പോരാട്ടത്തിന്റെ ഫലമായിട്ട് ഇപ്പൊ അത് കോടതി കയറിയെങ്കിലും ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഡോക്ടർമാർക്കെതിരായിട്ടുള്ള നടപടി, ഞാനത് ആ 9 ഡോക്ടർമാർക്കെതിരായിട്ടുള്ള നടപടിയൊക്കെ വന്നപ്പോൾ അങ്ങേയറ്റം സന്തോഷിച്ചതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ ഇത്തരത്തിലുള്ള പണാസക്തി കൊണ്ട് മരിക്കാത്ത വ്യക്തിയുടെ മരണം രേഖപ്പെടുത്തിക്കൊണ്ട്, മസ്തിഷ്ക മരണം രേഖപ്പെടുത്തിക്കൊണ്ട് അവരുടെ അവയവമൊക്കെ വിദേശികളിലേക്ക് തുന്നിപ്പിടിപ്പിക്കാൻ വ്യഗ്രത കാണിക്കുന്ന ഇത്തരം ഡോക്ടർമാർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിക്കുമല്ലോ എന്ന് ഗതികേടിന് ഇപ്പൊ അതെന്ത് പറ്റിയത് മേൽക്കോടതിയിൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടും ഈ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തു, സ്പെഷ്യൽ ബ്രാഞ്ച് എന്ത് ചെയ്തു, ക്രൈം ബ്രാഞ്ച് എന്ത് ചെയ്തു, ഒന്നും ചെയ്യാണ്ട് നോക്കി നിൽക്കുന്നതാണ് ഇത്തരം മാഫിയകൾക്ക് വളമായിട്ടുള്ളത്. ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഞാൻ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് വൈകുന്നേരത്തെ ഡിബേറ്റിൽ പറഞ്ഞത് പറയാണ്, ഇപ്പോ ഒരു അവയവം വേണ്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ബ്രോക്കർമാരാണ് ദൈവങ്ങൾ. ബ്രോക്കർമാരെ സമീപിക്കാതെ വേറെ എങ്ങനെയാണ് മൃതസഞ്ജീവനി വഴി ബ്രെയിൻ ഡെത്ത് നടന്നവരുടെ നമുക്ക് അവയവം മാത്രമല്ലേ കിട്ടാൻ വഴിയുള്ളൂ. അപ്പൊ ഇപ്പൊ ഈയിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അഭിഭാഷകൻ പറഞ്ഞു അതല്ലാത്തൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഉത്തരവിന്റെ കോപ്പി അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അത് അയച്ചതിന് ശേഷം നാളെ ഇതുവരെ എനിക്ക് അത് തുറന്നു നോക്കാൻ പറ്റിയിട്ടില്ല. കാരണം 7-8 പേജുള്ള ഒരു ഗവൺമെന്റ് ഉത്തരവാണ്. അത് പഠിച്ചിട്ട് അതിനനുസരിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് കോടതിയെ സമീപിക്കും. കാരണം ഇപ്പൊ ഈ ബ്രോക്കർമാരുടെ അടുത്ത് പോകണം, അതിന്റെ രീതി മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ഒരു സഹോദരി പുത്രനുമായിട്ട് തൃശ്ശൂരത്തെ ഹൈടെക് ആസ്പത്രി, ഇപ്പൊ ആസ്പത്രി പൂട്ടി, ഹൈടെക് ആസ്പത്രിയിൽ പോയി അവിടുത്തെ നെഫ്രോളജിസ്റ്റ് ആണ് ഫൈനലായിട്ട് തീരുമാനിച്ചത് ഈ വ്യക്തിയെ കിഡ്നി മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടുത്തെ പിന്നീട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്ടർമാർ അധികം ഒന്നും സംസാരിക്കില്ല, നിങ്ങൾ കോർഡിനേറ്ററെ കാണും, അതാണ് അടുത്ത ഡയലോഗ്. അത് ലേക്ക് ഷോർ ആസ്പത്രിയിലും ആണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ കോർഡിനേറ്റർ അടുത്ത് പോയി ആ കോർഡിനേറ്റർ ഇതിന്റെ ഓപ്പറേഷന്റെ ചെലവും ഇതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാലുള്ള അവസ്ഥയൊക്കെ കുറച്ച് വിവരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കിഡ്നി കിട്ടാൻ വല്ല വഴിയുണ്ടോ? അയ്യോ, നമുക്ക് ആ വക പണികളൊന്നും അറിയില്ല കേട്ടോ, അത് വളരെ ഇന്നസെന്റ് ആയിട്ട്, എനിക്ക് ആ വഴികളൊന്നും അറിയില്ല, അതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ അത് വിശ്വസിച്ചിട്ട് വളരെ നിരാശരായിട്ട് ഈ കിഡ്നി അന്വേഷിച്ച് എവിടേക്കാ പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് ആസ്പത്രിയുടെ പടിക്കലെത്തിയില്ല. അപ്പോഴേക്കും ഫോൺ വന്നു, അതായത് നിങ്ങൾക്ക് കിഡ്നി വേണമെന്ന് അറിഞ്ഞു, ഏതാണ് ഗ്രൂപ്പ് പറഞ്ഞോളൂ, ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട്. ഇതാണ് എല്ലാ ആശുപത്രി കേന്ദ്രീകരിച്ചിട്ട് നടക്കുന്നത്. അവിടുത്തെ ഡോക്ടർമാരും അവിടുത്തെ കോർഡിനേറ്റർമാരും ഒക്കെ കൂടിയിട്ട് സംഘടിപ്പിച്ചിട്ട് നമ്മൾ എവിടേക്ക് കിഡ്നിക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ ആളുകളിലേക്ക് ഈ വിവരം ചോർത്തി കൊടുക്കേണ്ടത്. എന്നെ ആൾ വന്നിട്ടുണ്ട്, ഇന്നതാണ് ഫോൺ നമ്പർ, നമ്മുടെ ഫോൺ നമ്പറൊക്കെ അവിടുത്തെ ഫയലിൽ ഉണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടുള്ള സംഗതിയല്ലോ. പിന്നെ ബ്രോക്കർമാരെ സമീപിച്ചു കഴിഞ്ഞാൽ ഈ കിഡ്നി വേണ്ട വ്യക്തി വേറെ എന്താ ചെയ്യാനും അതും കൂടി ചിന്തിക്കണ്ടേ? ലിവർ വേണ്ട വ്യക്തി വേറെ എന്താ ചെയ്യുക? വീട്ടിലുള്ളവർക്കൊന്നും. എന്റെ ഈ സഹോദരിയുടെ മകന്റെ അച്ഛന് 86 വയസ്സ്, മകനെ അമ്മ മരിച്ചു. അപ്പോ ഭാര്യയാണെങ്കിൽ അവന്റെ ഭാര്യ പിണങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പൊ ഭാര്യ കൊടുക്കില്ല. 2 മക്കളുണ്ട്, 2 മക്കൾ ഇരട്ട മക്കളാണ്, ആ മക്കൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഒരു കിഡ്നി വേണമെങ്കിൽ നമ്മളൊരു ബ്രോക്കറെ അല്ലാണ്ട് എങ്ങനെ സമീപിക്കുക? അങ്ങനെ ഞാൻ 15 പേരെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 ബ്രോക്കർമാരെ സമീപിച്ച് 2 ബ്രോക്കർമാർക്ക് കൊടുത്ത പൈസ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഈ 2 ലക്ഷം രൂപ
അപ്പോൾ ഈ ബ്രോക്കർമാരെ സൃഷ്ടിച്ചിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ സമൂഹവും ഇവിടുത്തെ രോഗികളായവരുടെ ബന്ധുക്കളുമാണ്. രോഗികൾക്ക് ഇതിൽ വലിയ പങ്കൊന്നും ഉണ്ടാവും എന്ന് വിചാരിക്കാനില്ല. അപ്പൊ നമ്മൾ ഈ ആശുപത്രികളിൽ പിന്നീട് ഈ ഹൈടെക്കിൽ നിന്നുള്ള എന്റെ ചികിത്സ ഈ ലേക്ക് ഷോറിലേക്ക് മാറ്റി. അപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിയുന്നത്. ഈ ഹൈടെക് ഈ ലേക്ക് ഷോറിന്റെ കോറിഡോറിൽ മുഴുവൻ വിദേശികളാണ്, പ്രത്യേകിച്ച് പറഞ്ഞാൽ അറബികളാണ് നിൽക്കുന്നത്. അപ്പൊ അറബികളെ വിദേശ രാജ്യങ്ങളിലെ ഇത്തരം ആശുപത്രികളുടെ കൗണ്ടറുകൾ തുടങ്ങിയിട്ട് അവിടെ നിന്ന് ക്യാൻവാസ് ചെയ്തിട്ട് അവരെ ഭംഗിയായിട്ട് ഇവിടേക്ക് എത്തിക്കുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നായാലും കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നായാലും ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അവിടെ നമുക്ക് 1000 പേപ്പറുകൾ നമ്മൾ ശരിയാക്കിയാലാണ് നമുക്കൊരു ഓപ്പറേഷൻ. ഫൈനല് അതായത് ഈ ഡോണറുടെ ഡിവൈഎസ്പി പരിധി, അതായത് ഡോണറുടെ പരിധിയിൽ ഡിവൈഎസ്പിയുടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ആലപ്പുഴയിലോ മുളങ്കുന്നത്തുകാവിലോ ഉള്ള ഫൈനൽ അതോറിറ്റി കമ്മിറ്റിക്ക് മുമ്പിൽ നമ്മൾ ഹാജരായിട്ട് ഇത് വൃക്ക വാങ്ങിയതല്ലെന്ന് ഡോണറിൽ നിന്നും ഇത് ഞങ്ങൾക്ക് വെറുതെ തരുന്നതാണ് രോഗിയുടെ ബന്ധുക്കളും പറഞ്ഞിട്ടുള്ള ഒരു കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്രൂവൽ കിട്ടിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ. പക്ഷെ വിദേശികൾ ഇവിടെ വന്നിട്ട് ഏകദേശം 48 മണിക്കൂർ കൊണ്ടോ ഒരു 72 മണിക്കൂർ കൊണ്ടോ ഓപ്പറേഷൻ കഴിഞ്ഞ് കിഡ്നിയും മാറ്റി വെച്ച് ചികിത്സയും കഴിഞ്ഞ് ഒരു മൂട് തട്ടിക്കൊടുത്ത് പോകുന്ന അവർക്കൊന്നും ഒരു നിയമം ബാധകമല്ല. ഞാൻ ഈ ലേക്ക് ഷോർ ആശുപത്രിയുടെ കോറിഡോറിൽ എന്റെ ഈ സഹോദരി പുത്രനുമായിട്ട് വന്നിരിക്കുമ്പോൾ ഒന്നാമതൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ നമ്പർ 5 ആണെന്ന് വിചാരിക്കുക. ഈ വന്നിട്ടുള്ള അവിടുത്തെ വിദേശിയുടെ നമ്പർ 15 ആണെങ്കിലും നമ്മളൊക്കെ കവർ ചെയ്തിട്ടാണ് ഈ വിദേശി അകത്തേക്ക് കൊണ്ടുപോകുക. അപ്പൊ ഡോക്ടർ ഈ ഡോർ തുറക്കുമ്പോൾ നമുക്ക് കാണാം എഴുന്നേറ്റ് നിന്നിട്ടാണ് സ്വീകരിക്കുക. അവരൊക്കെ വേണ്ട സംശയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഈ ലേക്ക് ഷോർ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് ഭയങ്കര വ്യഗ്രതയാണ്. നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും ഫയൽ നമ്മുടെ മുമ്പിൽ കിട്ടുക, നിങ്ങൾ നേഴ്സുമാരോട് സംസാരിക്കൂ. അപ്പൊ സ്വന്തം നാട്ടിലെ പൗരന്മാരെ രണ്ടാം തരം പൗരന്മാരെ കണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ അങ്ങേയറ്റം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കാരണം എന്താ? അവിടുന്ന് കിട്ടുന്നത് നമ്മളിൽ നിന്ന് വാങ്ങുന്നത്. ഇപ്പൊ ഞാൻ ഈ ലേക്ക് ഷോർ ആശുപത്രിയിൽ ആദ്യം ചെന്നത് 2023 ജൂൺ മാസം, ഫെബ്രുവരി മാസത്തിലാണ്. അന്ന് ഓപ്പറേഷന് പറഞ്ഞത് 12.5 ലക്ഷം രൂപയാണ്. പക്ഷെ അത് ഏകദേശം 6 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിഡ്നി കിട്ടാൻ വൈകിട്ട് മുൻപോട്ട് പോയപ്പോഴേക്കും അത് 14.5 ലക്ഷം രൂപയായി എന്നുള്ളതാണ് സത്യം. എന്നിട്ട് എന്താ, ഈ 14.5 ലക്ഷം രൂപ കൊടുത്തിട്ടും ഓപ്പറേഷന് വേണ്ടി സുസജ്ജമായിട്ട് അവിടുത്തെ MSW പഠിച്ചൊരു പെൺകുട്ടി നമുക്ക് പ്രിലിമിനറി കൗൺസിലിംഗ് തരാൻ വേണ്ടി ഞങ്ങളുടെ ഫയൽ തുറന്നപ്പോൾ പറയുന്നതാണ് എന്താണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഡോണർ ബി പോസിറ്റീവും ഞങ്ങളുടെ രോഗി എന്ന് പറയുന്നവന്റെ O പോസിറ്റീവുമാണ്. എങ്ങനെയാണ് സാറേ ഈ ഫയലും കൊണ്ട് ഈ ഡോക്ടർ മുൻപോട്ട് പോയത് എന്ന് ചോദിച്ചിട്ട് ആ കുട്ടി ഡോക്ടറുടെ റൂമിലേക്ക് ഓടുകയാണ് ചെയ്തത്. ഇപ്പൊ അത് കേസായിരിക്കുകയാണ്. അത് 19 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുള്ള കേസ് ഇവിടുത്തെ ലോക അദാലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഈ ലേക്ക് ഷോറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ഈ ലേക്ക് ഷോർ ആശുപത്രിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഈ അവയവ കച്ചവടത്തിന്റെ ഏജന്റുമാരായിട്ട് പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ആ ആശുപത്രിയുടെ ശമ്പളം പറ്റിയിട്ട് അതിന്റെ അകത്തുണ്ട് എന്നുള്ളതും മാത്രവുമല്ല, ഇത്രയും മെഡിക്കൽ നെഗ്ലിജൻസി നടക്കുന്ന, ഞാൻ ഈ വളരെ ഈസിയായി പറഞ്ഞ കാര്യത്തിനെ കുറിച്ചിട്ട് അന്നൊന്ന് ചിന്തിക്കൂ. ഒരു ബി പോസിറ്റീവുകാരന്റെ കിഡ്നി O പോസിറ്റീവുകാരനിലേക്ക് സൂട്ടബിൾ ആണെന്ന് പറഞ്ഞ ഒരു നെഫ്രോളജിസ്റ്റ് ആണ് ഈ ആ ആസ്പത്രിയിൽ ജോലി. അബി എബ്രഹാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ പേര് ജനങ്ങൾ അറിഞ്ഞിരിക്കണം. അദ്ദേഹം പറഞ്ഞത് ഇത് പറ്റുമെന്നാണ്. ഒരു MSW പഠിച്ച ഒരു കുട്ടിയാണ് അത് കണ്ടുപിടിച്ചത്. ഇത് പറ്റില്ല. ഒന്നാമത് ബി പോസിറ്റീവിന്റെ കിഡ്നി എടുത്തിട്ട് O പോസിറ്റീവുകാരന് വെക്കാൻ പറ്റില്ല എന്നുള്ളത് പഠിക്കാൻ MBBS നെഫ്രോളജി ഒന്നും പഠിക്കേണ്ട. അറിയാം. അതും അതിന് ഒരു കാര്യം കൂടി പറയാൻ ശ്രദ്ധിക്കണം. 35,000 രൂപയുടെ ക്രോസ് മാച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ഉണ്ട് ഡൽഹിയിൽ. അതുപോലും അവിടേക്ക് അയപ്പിച്ചിട്ട് ഞങ്ങളുടെ ചികിത്സ ഈ ആശുപത്രിക്കാര് ഇവര് കുറച്ച് വയറ് കൂടുതലായിരുന്നു. ഈ വയറ് വെച്ച് കിഡ്നി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് 5 ലക്ഷം രൂപയുടെ ഓപ്പറേഷൻ അവിടെ ഈ കിഡ്നി ഓപ്പറേഷന് പുറമെ ഈ വയറ് കുറയ്ക്കാൻ അബ്ഡോമിനൽ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷനും ഇവന്റെ ചികിത്സു അവര്. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ഈ ആസ്പത്രിയുടെ നെഗ്ലിജൻസിയെ പറ്റി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഒരു ആസ്പത്രിയിലെ ക്ലർക്ക് കണ്ടുപിടിക്കുകയാണ് എന്ത് ഈ കിഡ്നി നമുക്ക് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ഞങ്ങള് ഭാഗ്യത്തിന് അവിടുന്ന് രക്ഷപ്പെട്ടു. ഞങ്ങളിപ്പോ വേറെ ആസ്പത്രിയിലേക്ക് പോയിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് ലേക്ക് ഷോർ ആസ്പത്രി കേന്ദ്രീകരിച്ചിട്ട് ഈ ഇത്തരം മാഫിയകള് അവിടുത്തെ ഗേറ്റിൽ എന്തുകൊണ്ട് തമ്പടിച്ചിരിക്കുന്നു, എന്തുകൊണ്ട് ഈ ആസ്പത്രിയിലെ ജീവനക്കാരും ഈ ഡോക്ടർമാരൊക്കെ ഇതിന് അനുകൂലമായിട്ട് നിൽക്കുന്നു, എന്തുകൊണ്ട് ഡോക്ടർ ഗണപതി പുറത്തു കൊണ്ടുവന്ന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഒരു അന്വേഷണം നടത്തുന്നില്ല? ഇതിലേക്കൊക്കെ കടക്കേണ്ട ഒരു വലിയ വിഷയം നേരിട്ട് ചോദിക്കാം ശ്രീ ഹരിദാസ്.